മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് നിഖില വിമൽ. ലവ് 24/7 എന്ന ചിത്രത്തിലൂടെയാണ് മലയാളത്തിൽ നായികയായി നിഖില വിമൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അരവിന്ദന്റെ അതിഥികൾ, ഞാൻ പ്രകാശൻ, ജോ ആൻഡ് ജോ, ഗുരുവായൂരമ്പല നടയിൽ, നുണക്കുഴി തുടങ്ങിയ മികച്ച ചിത്രങ്ങളുടെ ഭാഗമാകാൻ നിഖിലയ്ക്ക് സാധിച്ചിരുന്നു. 1994 മാർച്ച് 9 കലാമണ്ഡലത്തിൽ നൃത്ത അധ്യാപികയായിരുന്ന വിമല ദേവിയുടെയും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥനായിരുന്ന MR പവിത്രന്റെ മകളായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിഖില ജനിച്ചു. നല്ലൊരു നർത്തകി കൂടിയായ നിഖില വിമൽ ഭരതനാട്യം, കുച്ചിപ്പുടി, കേരള നടനം എന്നിവയും പഠിച്ചിട്ടുണ്ട്. സ്കൂൾ യുവജനോത്സവങ്ങളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ഒരു അതുല്യ കലാകാരി കൂടിയാണ് നിഖില. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൽ നിന്ന് ബോട്ടണിയിൽ നിഖില ബിരുദം നേടി. സത്യനന്ദിക്കാടിന്റെ ഭാഗ്യദേവത എന്ന ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് നിഖിലയുടെ തുടക്കം. ജയറാമിന്റെ ഇളയ അനുജത്തിയുടെ വേഷമാണ് ഈ ചിത്രത്തിൽ നിഖില കൈകാര്യം ചെയ്തത്. ഷാലോം ടിവിയിലെ അൽഫോൻസാവ എന്ന സീരിയലിലും നിഖില അഭിനയിച്ചിട്ടുണ്ട്. 2015 ലവ് 24/7 എന്ന സിനിമയിലൂടെയാണ് നിഖില നായികയായി സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. 2016 നിഖില തമിഴിൽ വെട്രിവേൽ, കിനാരി എന്നീ ചിത്രത്തിൽ അഭിനയിച്ചു. 2017 ഗായത്രി എന്ന തെലുങ്കു ചിത്രത്തിലും നിഖില അഭിനയിച്ചിരുന്നു. 2018 അരവിന്ദന്റെ അതിഥികൾ, ഞാൻ പ്രകാശൻ എന്നീ ചിത്രങ്ങളിൽ നായികയായി. ആ വർഷം തന്നെ പഞ്ചമുട്ട എന്ന തമിഴ് ചിത്രത്തിലും നിഖില നായികയായി അഭിനയിച്ചു. അഞ്ചാം പാതിര, ദി പ്രീസ്റ്റ് എന്നിവയുൾപ്പെടെ 10ലധികം മലയാള സിനിമകളിലും 6 തമിഴ് ചിത്രങ്ങളിലും ഒരു തെലുങ്കു സിനിമയിലും നിഖില അഭിനയിച്ചിട്ടുണ്ട്. തുടക്കകാലത്ത് താൻ ചില തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചെന്നും അന്നൊന്നും സിനിമയെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലായിരുന്നുവെന്നും താരം പറയുന്നു. ഒരനുഭവവും നിഖില പങ്കുവെക്കുന്നുണ്ട്. ഒരു തമിഴ് സിനിമയുടെ ചിത്രീകരണത്തിനായി ചെന്നൈയിലേക്ക് പോയി. നിഖിലയും അമ്മയും ഇടയ്ക്ക് വെച്ച് ഷൂട്ടിംഗ് മുടങ്ങി. സിനിമയുടെ പ്രവർത്തകർ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ട്രെയിനിൽ കയറ്റിയിരുത്തി. ഒടുവിൽ ടി വന്നപ്പോൾ ടിക്കറ്റുമില്ല, റിസർവേഷനുമില്ല. ഞങ്ങളുടെ കയ്യിൽ കാശും കുറവാണ്. അമ്മ കരഞ്ഞുകൊണ്ട് ബാഗിൽ നിന്ന് നോട്ടും ചില്ലറയും നുള്ളിപ്പെറുക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മറ്റൊരു സംഭവം, 150 ദിവസത്തോളം നീണ്ട ഒരു ഷൂട്ടാണ്. ഇന്ന് 150 എന്നൊക്കെ പറഞ്ഞാൽ ബ്രഹ്മാണ്ഡ സിനിമയാണ്. 40 ദിവസത്തോളം ചിത്രീകരിച്ച സീൻ ഡബ്ബിംഗ് തിയേറ്ററിൽ എത്തിയപ്പോൾ അപ്രത്യക്ഷമായി. അങ്ങനെ വിഷമവും നിരാശയും തോന്നി. സിനിമയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ താൻ സ്വന്തം അമ്മയുടെ ചിലങ്ക കലാക്ഷേത്രത്തിൽ ടീച്ചറായേനെ എന്നാണ് നിഖില പറയുന്നത്. ഇപ്പോൾ ഡാൻസ് പ്രാക്ടീസ് എങ്ങനെ പോകുന്നു എന്ന് മാത്രം ചോദിക്കരുത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് തന്റെ അച്ഛനെന്നാണ് നിഖില പറയുന്നത്. അച്ഛനെ മിസ് ചെയ്യാത്ത ഒരു ദിവസം പോലും കടന്നു പോകുന്നില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് ഉദ്യോഗസ്ഥനായിരുന്നു അച്ഛൻ MR പവിത്രൻ. കോവിഡ് കാലത്തായിരുന്നു അച്ഛന്റെ മരണം. സാഹിത്യത്തിലും കലയിലും വലിയ താല്പര്യമായിരുന്നു അച്ഛന്. അച്ഛനും അമ്മയും പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. വീട്ടമ്മയായി ഒതുങ്ങിപ്പോയേക്കാവുന്ന അമ്മയെ ഇത്ര ബോൾഡാക്കിയത് അദ്ദേഹവുമാണ്. അച്ഛന്റെ പ്രേരണയെ തുടർന്നാണ് അമ്മ ഡാൻസ് സ്കൂൾ തുടങ്ങിയത്. ഞങ്ങൾ മക്കളുടെ പേരിനൊപ്പം അമ്മയുടെ പേര് ചേർത്തതും അച്ഛനാണ് എന്നും പറയുന്നു. തന്നെയാണ് അവരുടെ ഒരു ടീമിനോട് വർക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹം എനിക്കൊന്നും ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മളെ വിളിക്കുമ്പോൾ നമുക്കതൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ. അപ്പൊ അത് എന്ത് തരം റോളാണെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരിക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അത് വന്നപ്പം ചെയ്യാം എന്ന് തോന്നി. പിന്നെ ടിയാന് ശേഷം ചെയ്യുന്ന സിനിമയാണ്, വലിയ സിനിമയാണ്, വലിയ ക്യാൻവാസിലുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ. ഇതിലങ്ങനെ ഒരു ഹീറോ ഹീറോയിൻ അങ്ങനത്തെ പരിപാടികളല്ല, കുറെ ക്യാരക്ടേഴ്സാണ്. ആ ക്യാരക്ടേഴ്സിനെല്ലാം ഒരു ആർക്കും അവരുടെ തന്നെ ഒരു സ്റ്റോറി ലൈനും എല്ലാം ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവർക്കും ഒരു സ്റ്റാർട്ടും ഒരു എൻഡും എല്ലാം ഉണ്ട്. സോ അപ്പൊ അതുകൊണ്ട് ഈ പൊതുവെ മുരളീചേട്ടന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റൈറ്റിംഗ് നമുക്ക് സാധാരണക്കാർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഹെവി റൈറ്റിംഗ് എന്നൊക്കെയാണ്. നിങ്ങൾക്ക് ഈ കഥ പൂർണ്ണമായിട്ട് മനസ്സിലായോ? ഒരു 5 പ്രാവശ്യമൊക്കെ വെച്ച് ഇതിന്റെ അവസാനം, ആദ്യം തൊട്ട് അവസാനം വരെ കഥ എന്താന്ന് അറിയോ? ഇല്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാവില്ല എന്നത് ഉറപ്പുള്ളതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ എന്റെ ക്യാരക്ടർ ആണെങ്കിൽ എന്റെ ക്യാരക്ടറിന്റെ ആർക്കും എന്റെ ചുറ്റും ഞാൻ ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത്, എന്റെ ഇപ്പൊ കോമ്പിനേഷനുള്ള ആൾക്കാരും അവരുടെ ലൈഫും അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ അറിയുന്നത്. അതല്ലാതെ ഒരു ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് ഈ സിനിമയില്. അപ്പൊ ഓരോ ഇൻസിഡൻസും മനസ്സിലാക്കി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ സിനിമയാണ്. അപ്പൊ അതിപ്പോ ഞാനിപ്പോ അത് അറിഞ്ഞതുകൊണ്ടും ഇപ്പൊ ആ ക്യാരക്ടർ ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ചെയ്യാൻ ഇതൊന്നും അറിയണമെന്ന് എനിക്ക് നിർബന്ധം ഇല്ല. കാരണം അത് വലിയ സിനിമ ആയതുകൊണ്ട്.
വലിയ സോഷ്യോ പൊളിറ്റിക്കൽ ഡ്രാമയാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നല്ലൊരു പീരിയഡ് ഫിലിമാണ്, പല സ്ഥലത്ത് പല സമയങ്ങളിൽ നടക്കുന്നതാണ്. അപ്പം അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്റേതാണ് എൻ്റെ അടുത്ത് മാത്രം നോക്കി അങ്ങ് പോയാ മതിയല്ലോ. അത് ഈ പറഞ്ഞ പോലെ മുരളിച്ചേട്ടനോടുള്ള ഒരു വിശ്വാസവും കൂടെ ഡെഫിനറ്റ്ലി അതിനകത്തുണ്ട്. എല്ലാ സിനിമകളും അങ്ങനെ ചെയ്യും എന്നുള്ളതല്ല, പക്ഷെ അത് നമുക്കും കൂടെ അങ്ങനെ ഒരാളിലൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവുമ്പോൾ അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നില്ലേ, അതാണ്. ശാന്തി ചേച്ചി ഒരു റൈറ്ററാണ്, ഏത് ടാഗ് ലൈൻ കൊടുക്കണം എന്ന് അറിയത്തില്ല, ആക്ടറാണ്. അപ്പൊ മുരളി ഗോപി ആസ് എ റൈറ്റർ എന്തോ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഐ മീൻ നമ്മളെല്ലാരും സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മുരളിച്ചേട്ടൻ എഴുതിയ സിനിമകൾ കണ്ടിട്ടുള്ളവരാണല്ലോ. അപ്പോ അതിന് എപ്പോഴും ഒരു സൂപ്പർഫിഷ്യൽ ലെവലിൽ പോകുന്ന കഥകളല്ല. എല്ലാത്തിനും ഒരു കുറെ ലേയേഴ്സും കുറെ ഡെപ്തും ഉള്ള റൈറ്റിംഗ് ആണ് മുരളിച്ചേട്ടൻ്റെ. പിന്നെ മുരളിച്ചേട്ടൻ്റെ ഡയലോഗ്സ് എല്ലാം ഭയങ്കര ഐക്കോണിക് ആയിട്ട് മാറിയ കുറെ ലൈൻസും ഉണ്ട്. അപ്പൊ എപ്പോഴും ഓർത്തിരിക്കാവുന്ന ഒരു സിനിമയുടെ ഭാഗമാവുന്ന നമുക്ക് ആക്ടേഴ്സിന് ഒരു ഗ്യാരണ്ടി ഉള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റാണ്. അപ്പോൾ ലൈക്ക് ഷീ സെഡ്, ഇപ്പോൾ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും വലിയ ക്യാരക്ടർ ആണെങ്കിലും അവർക്കൊക്കെ ഒരു ക്ലിയർ ആർക്ക് ഉണ്ടാവും, ആ കഥയിൽ ഒരു പേർപ്പസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു റൈറ്ററിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആസ് ആക്ടേഴ്സ്. പിന്നെ കൃഷ്ണകുമാരേട്ടനും മുരളിച്ചേട്ടൻ ചെയ്തിരിക്കുന്ന ഫിലിം ആണെങ്കിലും അത് എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു സിനിമയാണ്. കൃഷ്ണകുമാരേട്ടൻ ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടറാണ്, ഭയങ്കര പാഷനറ്റ് ആണ് അബൌട്ട് ഫിലിംസ് ആൻഡ് അബൌട്ട് എവറി ഫ്രെയിം. അപ്പൊ അങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ശരിക്കും ഒബ്സർവ് ചെയ്ത് തന്നെ നമുക്ക് കുറെ പഠിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സിനിമയാണ് അനന്തങ്കാട്. ഈ റൈറ്ററിന്റെ ഇത് കിടക്കുന്നുണ്ട്, ഈ കഥ എന്താന്ന് മൊത്തം അറിയാൻ ശ്രമിക്കുക, ആ ഒരു ക്യൂരിയോസിറ്റി ഞാൻ വെയിറ്റ് ജൂൺ 25 സ്ക്രീനിൽ കാണാൻ. സ്ക്രീനിൽ കാണാം. അല്ലാതെ നിങ്ങൾക്ക് ഒരു ആർക്കും അങ്ങനെ വലിയൊരു ഐഡിയ ഇല്ല. കംപ്ലീറ്റ് ഇവർക്കൊക്കെ ഉണ്ട്. ചേട്ടന് 2-3 പ്രാവശ്യം മൊത്തം സ്ക്രിപ്റ്റ് വായിച്ചു തന്നിട്ടുണ്ട്. സോ ആ ഒരു ക്ലാരിറ്റി എനിക്കുണ്ട്. പക്ഷെ മനസ്സിലാവില്ല എന്നൊരു പ്രശ്നമൊന്നുമില്ല. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഭയങ്കര ലോജിക്കലി ചിന്തിക്കേണ്ട അങ്ങനത്തെ ഒരു സിനിമയല്ല അനന്തങ്കാട്. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വളരെ സാധാരണക്കാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ്. പക്ഷെ എഗെയിൻ അതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ മുരളിച്ചേട്ടന്റെ റൈറ്റിംഗിലുള്ള ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, അതാണ് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഈ അനന്തങ്കാടില്. ഈ അനന്തൻകാട് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ പണ്ട് അങ്ങനെയാ പറഞ്ഞിരുന്നേന്ന് സത്യമാണോ? സത്യമാണ്. അപ്പൊ ട്രിവാൻഡ്രത്ത് നടന്ന ഒരു റിയൽ ഇൻസിഡന്റ് ആണോ ഇത്? ട്രിവാൻഡ്രത്ത് നടന്ന ഒരു കഥയാണ്. എല്ലാം തല വിളിക്കും. സമ്മതിച്ചേക്കാം. അല്ല, എന്തോ പറയാ മതി, ഇവിടെ ആൻസർ ഉണ്ട്. ട്രിവാൻഡ്രത്താണ് ഈ സിനിമ നടക്കുന്നത്. ട്രിവാൻഡ്രത്ത് നടക്കുന്ന കഥയാണ് അനന്തൻകാട്. പറഞ്ഞ പോലെ തന്നെ ട്രിവാൻഡ്രത്തിന്റെ പഴയ പേരായിരുന്നു അനന്തൻകാട് എന്നുള്ളത്. അതെന്താ ട്രിവാൻഡ്രത്തിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം? അത് സിനിമ അല്ലേ, എനിക്ക് തോന്നി അവരങ്ങനെ ഇട്ടോ. അല്ല, ഈ പൊതുവെ ഈ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ മൂവീസ് ഒക്കെ വരുമ്പോ പലതരത്തിലുള്ള കോൺട്രവേഴ്സീസ്, അല്ലെങ്കിൽ അത് പല ഒപ്പീനിയൻ ഉള്ളവരുണ്ടാവും അല്ലെ. പാർട്ട് എ ഉണ്ടാവും, പാർട്ട് ബി ഉണ്ടാവും. അപ്പൊ അങ്ങനെ കോൺട്രവേഴ്സീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വരികയാണെങ്കിൽ നല്ലതല്ലേ? വരികയാണെങ്കിൽ സിനിമയ്ക്ക് ഒബ്വിയസ്ലി നല്ലതാണ്. ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്നത് എല്ലാ സിനിമകൾക്കും അങ്ങനെ ഒരു പേർപ്പസ് ഉണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ലതാണ്. വന്നാ നല്ലതാണ്, വന്നില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ എന്ന് കൺസിഡർ ചെയ്യാം. അല്ല, ദൈവന് തോന്നുന്നുണ്ടോ ലൈക്ക് ഇതൊരു ചർച്ച ചെയ്യപ്പെടും, അല്ലെങ്കിൽ അല്ല, എല്ലാ സിനിമകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് ഇപ്പോ കക്ഷി രാഷ്ട്രീയമാണ് നിങ്ങൾ സംസാരിക്കുന്നെങ്കിൽ എനിക്ക് അതറിയില്ല. പക്ഷെ ഈ സിനിമയിലെ പൊളിറ്റിക്സ് എന്തായാലും സംസാരിക്കും. അത് എല്ലാ സിനിമയിലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിപ്പോ മുരളിച്ചേട്ടന്റെ ചിലപ്പോൾ മുമ്പത്തെ സിനിമകളിലെ ചുറ്റിപ്പറ്റിയായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന്. പക്ഷെ ഇതൊരു സോഷ്യോ പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് കൊണ്ട് 100% നിങ്ങൾ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്സ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ സിനിമ ഒരു പൊളിറ്റിക്സ് പറയുന്നുണ്ട്, അതെന്തായാലും ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ സിനിമ ഒരു ലേറ്റ് 80s തുടങ്ങുന്ന ഒരു സിനിമയാണ്. അപ്പൊ ആ സമയത്ത് നമ്മളുടെ നാട്ടിൽ നടന്ന കുറച്ച് റിയൽ ഇൻസിഡൻസുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആണിത്. അപ്പം ഒരു പുതിയ ജനറേഷന് ആ സമയത്ത് എന്തൊക്കെ നടന്നു എന്ന് ഒരു എന്റർടൈനിങ് രീതിയിലൂടെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കൂടെയാണ്. അപ്പൊ കുറെ ഭയങ്കര മേജർ പൊളിറ്റിക്കൽ ഇവന്റ്സ് നടക്കുമ്പോഴും അതിന്റെ ഇമ്പാക്ട് എപ്പോഴും ശരിക്കും സാധാരണക്കാർക്കാണുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടം ആൾക്കാരുടെ ജീവിതത്തിലേക്ക് ഇതെങ്ങനെ ഇന്റർകണക്ട് ആവുന്നു എന്ന് ആണ്
കഥയിൽ നമ്മൾ കാണാം. കാണുന്നത്. ഓക്കെ. ഇതില് പലരും ഇതിന്റെ ട്രെയിലറും ടീസറൊക്കെ കാണുന്നത്, സോറി ടീച്ചറാണ് ഇപ്പൊ ഔട്ട് ആയിരിക്കുന്നത്, തമിഴിൽ കാണുന്നവരുണ്ട്, മലയാളം. ഇപ്പൊ പലരുടെയും വിചാരിച്ചു തമിഴ് മൂവിയാണോ അതോ മലയാളമാണോ, കാരണം അത്രയും കാസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ പല ഭാഷയിലുള്ള എല്ലാവരും ഉണ്ട്. പ്രത്യേകിച്ച് ആര്യനെ കുറിച്ച് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആര്യൻ നമ്മുടെ മലയാളി ആയിട്ടും കുറെ നാളിന് ശേഷമാണ് ആര്യ വരുന്നത്. സോ ഇവരെല്ലാവരായിട്ടും ഒരുപാട് കാസ്റ്റ് ഉണ്ട്. ഇവരെല്ലാവരും ഓവറോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ആ ഒരു സെറ്റും കാര്യങ്ങളൊക്കെ? അല്ല, ഈ സിനിമ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ കാസ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇത് 100% തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു കഥയാണെന്ന് പറഞ്ഞില്ല, ഇതൊരു മലയാളം സിനിമ തന്നെയാണ്. പക്ഷെ അതിൽ ഓരോ ക്യാരക്ടറും എന്തുകൊണ്ട് ഡിഫറെന്റ് ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. അല്ലാതെ ഇത് എവിടെയോ നടക്കുന്ന അങ്ങനത്തെ ഒരു കഥയല്ല, കൃത്യമായിട്ടുള്ള ഒരു മലയാളം സിനിമയാണ്. പിന്നെ സെറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരുമായിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടായിട്ടില്ല. നമുക്ക് ഒരു കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ക്യാരക്ടേഴ്സിനായിരിക്കും കൂടുതൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് വാസ് ഫൺ ടു വർക്ക്. നിങ്ങൾക്കൊന്നും അധികം ആരായിട്ടാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ്? എനിക്ക് ദേവും ഇന്ദ്രൻ ചേട്ടനും ഒക്കെ ആയിട്ടായിരുന്നു കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ വലിയ സിനിമ, വലിയ ക്യാൻവാസ് ആണ്, ഒരുപാട് ദിവസങ്ങൾ എടുത്ത് ഷൂട്ട് ചെയ്ത സിനിമയാ. എനിക്കൊന്ന് 160 ദിവസം ഓൾമോസ്റ്റ് എടുത്തിട്ടുണ്ട്. അത്രയും ദിവസം ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ, അത്രയും ആൾക്കാരെ ക്രൗഡും ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് തന്നെ അവർക്ക് കുറച്ച് ഹെക്ടിക് ആയിരിക്കണം. പക്ഷെ നമുക്ക് എല്ലാരും കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇപ്പൊ എല്ലാരും പറഞ്ഞത് വലിയ സിനിമ അല്ലെങ്കിൽ വലിയ ക്യാൻവാസിൽ ഇറങ്ങുന്നത് ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പ്രേക്ഷകരായാലും ഭയങ്കരമായിട്ട് ഹൈപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മൂവിലേക്ക് വരുമ്പോൾ ഒരു മാസ് എന്റർടൈൻമെന്റ് ആയിട്ടാണോ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, അതോ ഇത് ശക്തമായ എന്താ പറയാ റിഫ്ലക്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ റിഫ്ലക്ഷൻ ആയിട്ടാണോ കാണേണ്ടത്? റിഫ്ലക്ഷൻ ആണ്. വലിയ സിനിമ എന്ന് പറയുമ്പോൾ ഒരിക്കലും എപ്പോഴും ഇൻ ടേംസ് ഓഫ് ബഡ്ജറ്റ് മാത്രമായിട്ട് ചിന്തിക്കരുത്. വലിയ ക്യാൻവാസ് എന്ന് പറയുന്നതും 10,000 ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള ആസ്പെക്റ്റിൽ മാത്രമല്ല, ഒരു സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അതും അതിന്റെ ചുറ്റുപാടിനെയാണ് നമ്മൾ വലിയ ക്യാൻവാസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് പറയുന്നത്, നേരത്തെ ശാന്തി പറഞ്ഞ ഒരു ശക്തമായ ഒരു കാര്യം ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. അതാണ് ഒരു വലിയ സിനിമ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത്രയധികം അതുകൊണ്ടാണ് അത്രയും ക്യാരക്ടേഴ്സ് ഇതിൽ കൊളാബറേറ്റ് ചെയ്ത് സിനിമ വർക്ക് ചെയ്യുന്നത്.